ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ, വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. സങ്കീർത്തനം 33:18. ദൈവം ദയാപൂർണനാണ്. തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നവരോട് ദൈവം ദയുള്ളവനായിരിക്കും. അവരുടെ സകല കാര്യങ്ങളിലും ദൈവം ശ്രദ്ധ വയ്ക്കും. തക്ക സമയം അവർക്ക് സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യും. നമ്മെ ദയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് സങ്കീർത്തകന്റെ വിശ്വാസം. സഹോദരനെ വഞ്ചിച്ച ശേഷം പദ്ദൻ ആരാമിലേക്ക് ഓടിപ്പോയ യാക്കോബിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. തെറ്റുകൾക്ക് ശിക്ഷ കൊടുത്തെങ്കിലും ദയയോടെ പരിപാലിച്ചു. തെറ്റ് ചെയ്ത ദാവീദിന് ശിക്ഷകൾ കൊടുത്തതല്ലാതെ എന്നേക്കുമായി ഉപേക്ഷിച്ചില്ല. ദയയോടെ ദാവീദിനോട് ഇടപെട്ടു, രൂപാന്തരപ്പെടുത്തി, ദൈവഹൃദയത്തിന് ചേർന്ന മനുഷ്യനാക്കി തീർത്തു. ഭക്തിരസപ്രധാനങ്ങളായ നിരവധി ഗാനങ്ങൾ രചിച്ച വില്യം കൂപ്പർ സ്വന്തം ജീവിതാനുഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നു. പലവിധ പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടിയ കൂപ്പർ ആത്മഹത്യ ചെയ്യുവാൻ നിശ്ചയിച്ചു. ലണ്ടൻ പാലത്തിൽ നിന്ന് തേംസ് നദിയിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച കൂപ്പർ മൂടൽ മഞ്ഞ് ഉണ്ടായിരുന്ന ഒരു രാത്രിയിൽ ഒരു കുതിരവണ്ടി വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് യാത്രയായി. മൂടൽ മഞ്ഞിൽപ്പെട്ട വണ്ടി പല മണിക്കൂറുകൾ ഓടിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. അവസാനം ക്ഷുഭിതനായ കൂപ്പർ വണ്ടി നിർത്തുവാൻ നിർദ്ദേശിച്ചു. കൂപ്പർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വന്തം വീടിന്റെ വാതിൽക്കൽ തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും ആത്മഹത്യ ചെയ്യുവാനുള്ള തോന്നൽ ഇല്ലാതായിരുന്നു. ആ രാത്രി ദൈവിക കാവലിനെ പറ്റി ഒരു ഗാനം എഴുതി. അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതം ആത്മീയ വളർച്ചയുടെ കാലമായിരുന്നു. ദൈവം നമ്മെ കാണുന്നെന്ന ബോധ്യമുണ്ടെങ്കിൽ തക്ക സമയം താൻ കടന്നുവന്ന് സഹായിക്കും. കർത്താവായ ഈശോയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. IMSM എപ്പോഴും നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ, വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.